അയക്കൂർക്ക് വില കുറഞ്ഞത് രാവിലെ പത്രത്തിൽ കണ്ടതും ഇത്ര പെട്ടെന്ന് കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ടില്ല. കിട്ടിയതും അപ്പം തന്നെ മുറിച്ച് കഷ്ണാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് വെച്ചു. 2-3 വഴക്കുമ്പോൾ ആടിയിടയിൽ ഇല്ലതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ചിട്ട് വഴക്കുമ്പോൾ കുറവ് വന്നിട്ടാ. വൈറ്റമിൻ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചായ സാധനം എന്നറിയാലോ. അപ്പോൾ കിട്ടുന്നത്ര കഴിക്കൽ തന്നെ. കൂമ്പ് കുറച്ചതും കയറി തേനുണ്ടോ നോക്കിയതായിരുന്നു. പാവം ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. വയനാട്ടിൽ നിന്ന് കുറച്ച് ഇഞ്ചി വേണമെന്നിട്ട് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ ഞാൻ കറിക്കിൽ ഇഞ്ചിയെല്ലാം എടുക്കില്ല, നല്ല നാടൻ ഇഞ്ചിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് ഇനി ഉച്ചക്കേക്കിലെ ഊണിൻ്റെ കാര്യങ്ങൾ നോക്കാം. മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇടാം. ചെറിയ ഉള്ളിയൊന്നും ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുമ്പോൾ കുടംപുളിയും അത് ഇട്ട് വെച്ച വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളച്ചൊന്ന് തുള്ളി വരുമ്പോൾ നല്ല അലുവ കഷ്ണം പോലെ മുറിച്ച് വെച്ച അയക്കൂറിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ വാഴക്കൂമ്പ് നമുക്ക് തരിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഉപ്പിട്ടിട്ട് ഞമണ്ടി വെക്കൽ എന്ന് പറയും. അങ്ങനെ ഞമണ്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് പോയിട്ട് ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം കേട്ടോ. എജ്ജാതി കളറാന്ന് നോക്കിയേ. ഇനി ബാക്ക് ടു വാഴക്കൂമ്പ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ പിഴിഞ്ഞിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പണിവാളും. അതിൻ്റെ ഇടയിൽ 2 പപ്പടം കൂടി കാച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ആയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഇനിയിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ചതച്ചമുളക് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അങ്ങനെ വാഴക്കൂമ്പ് വറവും റെഡിയായി. എൻ്റെ ഉച്ചപ്പണിയെല്ലാം തീർന്നിട്ടുണ്ട്. അടുക്കളയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു 1:30 ചോറുണ്ടാം. അല്ലെങ്കിൽ എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് അധികം തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. അയക്കൂറ കറി ഒഴിച്ച് എടുത്തിട്ടുണ്ട്. വാഴക്കൂമ്പ് വറവ്, പപ്പടം, പിന്നെ ഉപ്പിലിട്ട 2 കഷ്ണം മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഗൗരിക്ക് നേരത്തെ തന്നെ ചോറ് കൊടുത്തുകൊണ്ട് എനിക്ക് നല്ല സമാധാനമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഊണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.